ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ആണ് കലാശക്കൊട്ട് പൂർത്തിയാവാൻ ബാക്കിയുള്ളത്. എല്ലായിടത്തും ആവേശം ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്, ഏകപക്ഷീയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം. എല്ലായിടത്തും വലിയ ആവേശത്തോടുകൂടി എല്ലാ മുന്നണികളും രംഗത്തുണ്ട്. പ്രചാരണ സാമഗ്രികൾ ഒരുക്കുന്നതിലും മറ്റും എല്ലാവരും മുൻപന്തിയിലാണ് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇത്തവണ ലഭിച്ചുള്ളൂ. പക്ഷേ ആ ദിവസങ്ങളിൽ പരമാവധി വോട്ട് പിടിക്കാനുള്ള എല്ലാവിധ പരസ്യ പ്രചാരണ തന്ത്രങ്ങളും എല്ലാ മുന്നണികളും പയറ്റിയിട്ടുണ്ട്. ദേശീയ നേതാക്കൾ ഒരുപാട് ഇത്തവണ കേരളത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, ദേശീയ അധ്യക്ഷന്മാർ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാവരും വളരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ സംഭവബഹുലമായ വിവിധ വിഷയങ്ങൾ ഒരുപാട് ഉയർന്നു വന്ന, അതിൽ ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറിൽ, പരസ്യപ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന മിനിറ്റുകളിൽ ആവേശം അത്യാവേശത്തിലേക്ക് കടക്കുകയും അത് അണപൊട്ടിയൊഴുകുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരമാവധി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊട്ടിക്കലാശത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 5 മണി കഴിഞ്ഞ് 7 മിനിറ്റുകൾ കൂടി പിന്നിട്ടിരിക്കുന്നു. ഇനി 1 മണിക്കൂർ കഷ്ടിച്ച സമയം മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യ പ്രചാരണത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ച ഉറപ്പാക്കണോ അതോ പിണറായി വിജയൻ സർക്കാരിനെ വഴിമാറ്റണോ, പറഞ്ഞുവിടണോ, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മൊമെന്റിലൂടെ നാം കടന്നു പോവുകയാണ്. എത്ര വേഗം, എത്ര കണ്ണടച്ചു തുറക്കും മുമ്പേ പ്രചാരണകാലം കഴിഞ്ഞു. അതിൽ കൂടുതൽ സമയം കിട്ടുമെന്ന് മുന്നണികൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത്രയും സമയം കിട്ടിയില്ല. ഒരർത്ഥത്തിൽ അത് ഗുണപരമാണ്. കാരണം ഈ കുറഞ്ഞ സമയം പരസ്യ പ്രചാരണത്തിന് കുറഞ്ഞ ചിലവേ ഉണ്ടാവുള്ളൂ. ദിവസങ്ങൾ നീണ്ടുപോയാൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്, വൻതോതിൽ പൈസ ചിലവാകുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് സമയമായി 20 ഡേയ്സ് സംതിങ്ങേ കിട്ടിയിട്ടുള്ളത്. ആ നിലയ്ക്ക് ഗുണപരമായി മാറിയിട്ടുള്ളതാണ് ഒരർത്ഥത്തിൽ മുന്നണികളെയും പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചുള്ള ഒരു ഗുണം എന്ന് പറയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഒരു കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇങ്ങനെ കയറി വന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ അവസാനം വന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പക്ഷേ പ്രചാരണ സമയത്തിന് വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ വേഗം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പോളിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തോളമുള്ള ഒരു 24 ഡേയ്സ് കാത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞാലേ ഫലം പുറത്തു വരാനുള്ളൂ. ആ 30 ദിവസം, ആ ഒരു മാസക്കാലത്തോളം ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഹൃദയമിടിപ്പിൻ്റെ അല്ലെങ്കിൽ ആകാംക്ഷയുടെ ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങളാൽ സമ്പന്നമായ കാത്തിരിപ്പാണ്. പേരാവൂരിലെ ഏറ്റവും രസകരമായിട്ടുള്ള സപ്തഭാഷകളുടെ സംഗമഭൂമിയായ ഇടുക്കി പട്ടണം, മലയോര മക്കളുടെ, മലയോര ജനതയുടെ സംഗമഭൂമിയായ ഇടുക്കി പട്ടണം താലൂക്കായി പ്രഖ്യാപിച്ച ഒരു പ്രത്യേക അറിയിപ്പ്. മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും ബഹുമാന്യനായ സണ്ണി ജോസഫ് നയിക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരണമെന്ന് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തെ അഭിസംബോധന ചെയ്യാനെത്തും. ക്രെയിനിലോ അല്ലെങ്കിൽ വാഹനത്തിന് മുകളിൽ കയറിയെന്നോ കെട്ടിടത്തിന് മുകളിൽ നിന്നോ ഒക്കെ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി വന്ന മനുഷ്യരെ, പ്രവർത്തകരെ, അനുഭാവികളെ, ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയും അവരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്യും. അതോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. കൃത്യം 6 മണിക്ക് കൊട്ടിക്കലാശം അല്ലെങ്കിൽ പരസ്യപ്രചരണം അവസാനിക്കും. പിന്നെയുള്ളത് ഒരു ദിവസത്തെ കാത്തിരിപ്പിൻ്റെ സമയമാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രെയിനിലൊക്കെ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥികളും നേതാക്കളും അനുഭാവികളെ, പ്രവർത്തകരെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്.